നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും നമുക്ക് വിശ്വാസമുള്ള ഒരു നേതാവ് മലയാളികൾ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന BJPയിലേക്ക് ചേക്കേറുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ഇത്തരം ചേക്കേറലുകൾക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ ഇന്നത് CPIMലേക്കും വ്യാപിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് ആ കൂറുമാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്താൽ അതെനിക്കൊരു സപ്പോർട്ടാണ്. ആദ്യം കോൺഗ്രസിലെ ചേക്കേറലുകൾ നോക്കാം. 2019 മുൻ MLAയും MP-യുമായിരുന്ന KP അബ്ദുള്ളക്കുട്ടിയും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന S ശിവകുമാറും BJPയിൽ ചേർന്നു. 2023 കോൺഗ്രസ് സ്പോക്ക് പേഴ്സണായിരുന്ന ടോം വടക്കനും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും മുതിർന്ന കോൺഗ്രസുകാരനായിരുന്ന G രാമൻ നായരും BJPയിലേക്ക് ചേക്കേറി. 2024 ലീഡർ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ, കൂടെ പത്മിനി തോമസ്, ഡാനി ജോൺ സെൽവൻ, തമ്പന്നൂർ സതീഷ്, ഉദയൻ തുടങ്ങിയവരും BJPക്കാരായി. 2025 ജില്ലാ നേതാക്കളായിരുന്ന അഖിൽ ഓമനക്കുട്ടൻ, ഷൈൻ ലാൽ, ബെന്നി പരുവന്തനം, മരിയക്കുട്ടി തുടങ്ങിയവരും BJPയിൽ ചേർന്നു. ഇപ്പോൾ ഈ കൂറുമാറ്റം CPIMലേക്കും വ്യാപിച്ചിരിക്കുന്നു. CPIMൽ നിന്ന് ആലപ്പുഴ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പറായിരുന്ന ബിപിൻ സി ബാബു, മധു മുള്ളശ്ശേരി, പാലക്കാട്ടെ DYFI നേതാവായിരുന്ന M ലെനിനും BJPയിൽ ചേർന്നു. ഈ കൂറുമാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? BJPയുടെ വിജയമാണോ അതോ കോൺഗ്രസിൻ്റെയും CPIMൻ്റെയും പരാജയമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.